ആയത്തുണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ നിങ്ങളെ സ്വഭാവ. അവനവൻ്റെ ഇങ്ങനെ വിളിച്ചു പറയാ. പുതിയ ആയത്തുണ്ടാക്കൽ നിങ്ങളെ പണിയാണ്. നിങ്ങളല്ലേ പുതിയ ആയത്തും ദിക്റൊക്കെ ഉണ്ടാക്കല്. ഞാനിവിടുന്ന് ചൊല്ലിയതല്ലേ, അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ബത്ന ഇല്ലല്ലാഹ്. ഇവിടെ നിന്ന് പാടിയപ്പോ നിങ്ങളുടെ മർക്കസിൽ നിന്ന് പ്രകാശനം ചെയ്തിട്ടുള്ള മൗലിദിന്റെ കിതാബിൽ നിന്നല്ലേ ഞാൻ പാടിയത്. നിങ്ങളെപ്പോലെ സഖാഫി ബിരുദം കിട്ടിയിട്ടുള്ള ആളല്ലേ അത് മർക്കസിൽ ആ നിലക്ക് പ്രകാശനം ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മർക്കസിലെ ആളല്ലേ പ്രകാശനം ചെയ്തത്. അതിൽ നിന്നല്ലേ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾക്ക് തള്ളേണ്ടി വന്നോ? നിങ്ങളത് അംഗീകരിക്കുന്നുവോ? ഞാൻ അതിന്റെ മലയാളം പറഞ്ഞില്ലേ, ലാ കണ്ണ ഇല്ലല്ലാ എന്ന് നിങ്ങൾ ബീരാനൗലിയ പാപ്പാനെ പറ്റി ഇങ്ങനെ എഴുതിയത് വന്നിട്ടുണ്ട് എന്ന് പുസ്തകം വായിച്ചപ്പോ അതാ നാദാപുരത്ത് വന്ന് നിങ്ങൾ പന്താവൂരിനെ മുഴുവൻ തള്ളിയില്ലേ? നിങ്ങൾ മുഷാവറ കൂടേണ്ടി വന്നു. സമസ്തയുടെ മുഷാവറ കൂടി. നാദാപുരത്തിന്റെ മെച്ചമാ പറയുന്നത്. സമസ്തയുടെ മുഷാവറ കൂടി. ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ കൂടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ പ്രസംഗിച്ചിട്ട് ഈ സമസ്തയുടെ മുഷാവറ കൂടേണ്ടി വന്നു. എന്തിന്? നമ്മളിവിടെ പന്താവൂരിന്റെ ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ആ നിലക്ക് കൃത്യമായി നിങ്ങൾ തന്നെ ഇറക്കിയത് ഇവിടെ അങ്ങ് വായിച്ചു കേൾപ്പിച്ചപ്പോ നിക്കക്കള്ളിയില്ലാതെ മാനസിക രോഗിയാണ്, ഇനി ഞങ്ങളൊന്നും വിശ്വസിക്കൂല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും ബേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യ രോഗമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുല്ലാഹു മറദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് KVM പന്താവൂർ. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം. KVM പന്താവൂർ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM പന്താവൂർ എഴുതിയ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM പന്താവൂർ എഴുതിയ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയാളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ ഇനിയും വായിക്കും. നിങ്ങൾക്കത് തള്ളാൻ കഴിയുമോ എന്നൊന്ന് കാണട്ടെ. പരസ്യമായി നിങ്ങൾ പറയണം പന്താവൂരിന്റെ ഏതൊക്കെ പുസ്തകങ്ങളാണ് തള്ളേണ്ടത്, ഏതൊക്കെയാണ് കൊള്ളേണ്ടത്. മാത്രല്ല പേടിയുടെ ഒരു ഊക്ക് നോക്കണം നിങ്ങൾ. പേടിയുടെ ഒരു ഊക്ക്. പന്താവൂര് മരിച്ചപ്പോൾ അടുത്ത ഇയാൾ മരിച്ചത്. ഈ KVM പന്താവൂർ എന്ന് പറയുന്ന ആള് ഈ അടുത്ത കാലത്താ മരിച്ചത്. മരിച്ചപ്പോ ഞാൻ നോക്കി പത്രത്തിൽ ഇയാളുടെ വാർത്ത ആരൊക്കെ കൊടുത്തത്. അപ്പണ്ട് പലതും കൊടുത്തപ്പോ നമ്മളെ സിറാജ് പത്രക്കാരൻ ചരമകോളത്തിൽ ചെറിയൊരു വാർത്തയുള്ളൂ. ചെറിയൊരു വാർത്ത. ഒരു ടീഷർട്ട്, കറുത്തൊരു ടീഷർട്ട് കുപ്പായ കെട്ടിട്ട് ഒന്നുമില്ലാത്ത ഒരാൾ ഇങ്ങനെ ചെറിയൊരു ഓട്ടം. എന്നിട്ട് അതിന്റെ അടിയിൽ വായിച്ചു നോക്കിയ കാവില വളപ്പിൽ മുഹമ്മദ് നിര്യാതനായി. ആരാറിയോ? സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് മരിച്ചപ്പോഴേ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് എന്ന് റിസാല വിശേഷിപ്പിച്ച KVM പന്താവൂരി മരിച്ചപ്പോ നിങ്ങളുടെ പത്രത്തിൽ അധികം എഴുതാൻ മഷിയില്ല. എന്താണെന്നറിയോ? നാദാപുരം വരുന്നുണ്ട്. സലഫി വായിക്കൂലേ? അത്ര പേടി. ഓരോന്ന് നിങ്ങൾ ഈ ഓരോന്ന് തിരുത്തേണ്ടതുണ്ട്. പന്താവൂരിന്റെ പുസ്തകത്തിന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരുത്തിയിട്ടില്ല. മുഷാവറ അങ്ങനെ കൂടി പരസ്യമായിട്ട് ജനങ്ങളോട് നിങ്ങൾ എന്താണ് തീരുമാനങ്ങൾ ഓരോ സമയത്തും എടുക്കേണ്ടത് നിങ്ങൾ അങ്ങനെ എടുക്കുക, പറയുക. നാദാപുരത്തിന്റെ മെച്ചാണ്. പിന്നെ ഒരു അക്ഷരത്തെറ്റുമ്പോഴൊക്കെ ഇവിടെ പിടികൂടിയിട്ടുണ്ട്. അക്ഷരതെറ്റി എന്ന് പറഞ്ഞാൽ എന്റെ